അടുത്ത മ്യൂട്ടക്സ് ആയിരിക്കും അല്ലെ? മ്യൂട്ടക്സ് ലോക്ക് അല്ലേ പറയണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്? ഏതാണ്? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ്. ഓക്കെ, സൊല്യൂഷൻസ് ഫോർ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റിൽ ഏതായിരുന്നു? പീറ്റേഴ്സൺ സൊല്യൂഷൻ പഠിച്ചു. അതൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആയിരുന്നു. അത് 2 പ്രോസസ്സിന്റെ കേസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നീട് നമ്മൾ ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസിനകത്തേക്ക് പോകുന്നു. അതിനകത്ത് വരുന്നതാണ് ഏതൊക്കെ? ടെസ്റ്റ് ആൻഡ് സെറ്റ്, കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറയുന്ന 2 ഹാർഡ്വെയർ സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കമ്പയർ ആൻഡ് സ്വാപ്പിനകത്തും ടെസ്റ്റ് ആൻഡ് സെറ്റിനകത്തും ചെയ്യുന്ന എന്തായിരുന്നു? അവിടെ രണ്ടിടത്തും നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷന്റെ 3 കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? 3 കണ്ടീഷൻസ് ഏതൊക്കെയാ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്. ഓക്കെ, ഈ 2 കേസിനകത്തും, അതായത് ടെസ്റ്റ് ആൻഡ് സെറ്റിനകത്തും കമ്പയർ ആൻഡ് സ്വാപ്പ്, ഇത് രണ്ടും ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ആണ്. ഇതിന്റെ രണ്ടിനകത്തും നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷനും എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോഗ്രസും ഓക്കെ ആണ്. പക്ഷെ ബൗണ്ടഡ് വെയിറ്റിംഗ് 2 കേസിനകത്തും സക്സസ്ഫുള്ളി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ഈ കമ്പയർ ആൻഡ് സ്വാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ടെസ്റ്റ് ആൻഡ് സെറ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തായിരുന്നു? ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറ്റുക എന്ന് പറയുന്ന ഡ്യൂട്ടി ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, അല്ലെ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്ന മ്യൂട്ടക്സ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ് മ്യൂട്ടക്സ്. അത് നോക്കാം. ഓക്കെ, മ്യൂട്ടക്സ് എന്ന് പറയുന്നതും ഒരു ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, എന്താണ് മ്യൂട്ടക്സ് എന്ന് പറയുന്നതും? ഒരു ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. ഈ കമ്പയർ ആൻഡ് സ്വാപ്പിനകത്തും ടെസ്റ്റ് ആൻഡ് സെറ്റിനകത്തും നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്ന അറ്റോമിക് ഓപ്പറേഷൻസ് ആയിരുന്നു. എന്താണ് അറ്റോമിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അറ്റോമിക് ആണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഇൻഡിവിസിബിൾ എന്നാണ് മീനിങ്. ഓക്കെ, അറ്റോമിക് ഓപ്പറേഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കമ്പയർ ആൻഡ് സ്വാപ്പിനകത്തും ടെസ്റ്റ് ആൻഡ് സെറ്റിനകത്തും ഈ പറയുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ആയിട്ടുള്ള ഏതൊക്കെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷനും പ്രോഗ്രസും എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ മ്യൂട്ടക്സ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? മ്യൂട്ടക്സ്. ഓക്കെ, മ്യൂട്ടക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ സിൻക്രണൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന 2 ഫംഗ്ഷൻ ആണ് ഇവിടെ, അക്വയർ, റിലീസ്. ഓക്കെ, ഇത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ 2 ഫംഗ്ഷനും യൂസ് ചെയ്തിട്ട്, അതായത് നമുക്കറിയാം ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന് ഒരു എൻട്രി സെക്ഷൻ കാണും, ഒരു എക്സിറ്റ് സെക്ഷൻ കാണും, അല്ലെ? എൻട്രി സെക്ഷനകത്ത് നോർമലി എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഇനി എക്സിറ്റ് സെക്ഷനിൽ എന്തായിരിക്കും ചെയ്യുന്നത്? വേറെ ഏതെങ്കിലും പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാനുള്ള കണ്ടീഷൻ സെറ്റ് ആക്കുക എന്നുള്ളതാണ് എവിടെ ചെയ്യുന്നത്? എക്സിറ്റ് സെക്ഷൻ ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ ഒരു ജനറൽ സ്ട്രക്ചർ പറഞ്ഞതിനകത്ത് ഓർക്കുന്നുണ്ടോ? എൻട്രി സെക്ഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ സെക്ഷൻ, എക്സിറ്റ് സെക്ഷൻ, റിമൈൻഡർ സെക്ഷൻ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നേ? ഓർക്കുന്നുണ്ടായിരുന്നല്ലോ. അതായത് ഇവിടെ ഈ അക്വയർ ലോക്ക് എന്നുള്ളിടത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എൻട്രി സെക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ അനുസരിച്ചാണ് ആ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, ദെൻ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഈ പ്രോസസ്സ് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് എന്താണ്? എക്സിറ്റ് സെക്ഷൻ ആണ്. എക്സിറ്റ് സെക്ഷനകത്ത് ചെയ്യുന്ന എന്താ? ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേറൊരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാനുള്ള പെർമിഷൻ കൊടുക്കണം. ഓക്കെ, അതാണ് എവിടെ ചെയ്യുന്നത്? ഈ എക്സിറ്റ് സെക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എൻട്രി സെക്ഷൻ, എക്സിറ്റ് സെക്ഷനും ഇവിടെ നമ്മൾ അക്വയർ ആൻഡ് റിലീസ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്ന അവൈലബിൾ എന്ന് പറയുന്ന ഒരു ഷെയർഡ് വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവൈലബിൾ എന്ന് പറയുന്ന ഒരു ഷെയർഡ് വേരിയബിൾ. അതായത് അവൈലബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഫ്രീ ആണോ അല്ലയോ എന്നുള്ളതില്ല. അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണോ അല്ലയോ. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിളിന്റെ പേരാണ് എന്ത്? അവൈലബിൾ. The acquire function acquires the lock and the release function releases the lock. ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയാൽ എന്താണ്? അത് ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലോക്ക് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അത് രണ്ടുമാണ് നമ്മൾ അക്വയർ ആൻഡ് റിലീസ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ വെച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മ്യൂട്ടക്സ് എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വേരിയബിൾ ആണ്. ബൂളിയൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും എന്തെന്ന് പറയാം? അതിന്റെ വാല്യൂ എന്ന് പറയാം. ഇഫ് ദി ലോക്ക് ഈസ് അവൈലബിൾ, ഓക്കെ, ലോക്ക് അവൈലബിൾ ആണെങ്കിൽ എന്തായിരിക്കും? അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യും.
Okay, and എന്നിട്ട് എന്ത് ചെയ്യും, ലോക്ക് ഈസ് then considered to be unavailable. Okay, ഇപ്പൊ ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ എന്തായിരിക്കണം, ലോക്ക് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ലോക്ക് അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സിന് ലോക്ക് അക്വയർ ചെയ്തിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഓക്കെ ആണോ? ഈ കോഡിനകത്തേക്ക് നോക്കിയത് ഫസ്റ്റ് ഇഫ് ദ ലോക്ക് ഈസ് അവൈലബിൾ. ഓക്കെ, ഈ ലോക്ക് അവൈലബിൾ ആണെങ്കിൽ എന്താണ്, അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ പ്രോസസ് എന്ത് ചെയ്യും, ആ ലോക്കിനെ അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ അൺഅവൈലബിൾ ആക്കി വെക്കും. ഓക്കെ ആണോ? ഇനി എന്താണ്, ആ പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ അവൈലബിൾ ലോക്കിനെ എന്താക്കണം, അവൈലബിൾ ആക്കി മാറ്റണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കാം. ഇവിടെ അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്താ ചെയ്യുന്നത് നോക്കിയേ. അതായത് ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലി ഇവിടെ അവൈലബിളിന്റെ വാല്യൂ 1 ആണ് കേട്ടോ. ഓക്കെ, ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ അത് എവിടെ പറഞ്ഞേക്കുന്നത്, ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ 1 ആണ് കേട്ടോ. അതിവിടെ സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല, അതൊരു അസംഷൻ ആണ് കേട്ടോ. ഇനീഷ്യലി നമ്മൾ അവൈലബിൾ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്, 1 ആണ്. എന്ന് വെച്ചാൽ മീനിങ് എന്തായിരിക്കും, അവൈലബിൾ 1 ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം, അവൈലബിൾ 1 മീൻസ് ട്രൂ അല്ലെ, 0 മീൻസ് ഫോൾസ്. അവൈലബിൾ ഈക്വൽ ടു ട്രൂ ആണെന്ന് പറഞ്ഞാൽ എന്തർത്ഥം, അവൈലബിൾ ട്രൂ ആണെന്ന് പറഞ്ഞാൽ എന്തർത്ഥം, ലോക്ക് ഫ്രീ ആണ് അല്ലെ, ലോക്ക് ഫ്രീ ആണെന്നല്ല അർത്ഥം. ഓക്കെ, അവൈലബിൾ ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ അവൈലബിളിന്റെ വാല്യൂ 1 ആണ് ഇനീഷ്യലി, അതായത് 1 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അവൈലബിൾ ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ഇപ്പൊ ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോസസ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 2 പ്രോസസ് എടുക്കാം, P1 P2. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി എന്തെന്നാ പറഞ്ഞത്, അവൈലബിളിന്റെ വാല്യൂ എത്രയാണെന്നാ പറഞ്ഞത്, 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഫസ്റ്റ് ഇവിടെ വരും ഡൂനകത്ത് കയറിയിട്ട്. ഓക്കെ, ഇതാണ് പ്രോസസ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഡൂവർ. ഓക്കെ, ഫസ്റ്റ് എന്താണ്, അക്വയർ ലോക്ക് എന്നാണ്. അക്വയർ ലോക്ക് എന്ന് പറയുമ്പോൾ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, ഇവിടെ വന്നിട്ട് വൈൽ നോട്ട് അവൈലബിൾ, ഇപ്പൊ അവൈലബിളിന്റെ വാല്യൂ എത്രയാ, ഫസ്റ്റ് ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പൊ നോട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, നോട്ട് ഓഫ് 1 എന്താണ് അർത്ഥം, 0 ആണ്. ഓക്കെ, അപ്പൊ വൈൽ 0, അപ്പൊ എന്തായിരിക്കും വർക്ക് ചെയ്യാം, വൈൽ 0 ആണെങ്കിൽ എന്ത് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ, ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലൂപ്പിന് വെളിയിൽ വരും. ലൂപ്പിന് വെളിയിൽ വരുമ്പോ എന്ത് ചെയ്യും, ലൂപ്പിന് വെളിയിൽ എന്ന് പറയുമ്പോൾ സെമിക്കോളൻ അല്ലേ, സെമിക്കോളൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലൂപ്പിന്റെ വെളിയിൽ എത്തിയില്ലേ. അപ്പൊ എന്താണ്, അവൈലബിളിന്റെ വാല്യൂ എന്താക്കി മാറ്റി, ഫോൾസ് ആക്കി മാറ്റി. ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ എന്തായിരുന്നു, ട്രൂ ആയിരുന്നു. അതിന്റെ അർത്ഥം ലോക്ക് ഫ്രീ ആണെന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്ന പ്രോസസ് എന്ത് ചെയ്യും, ഫസ്റ്റ് വരുന്ന പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോക്ക് എന്ന് പറയുന്ന അക്വയർ ലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് എന്താക്കി മാറ്റി, അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം, ഈ അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് എവിടെ വരുന്നത്, ഈ അക്വയർ ലോക്കിന്റെ അവിടെ വരുന്നത്. ഓക്കെ, അപ്പം അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആക്കിയിട്ട് ആ പ്രോസസ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. പിടിയിട്ടോ, ഈ അക്വയർ ലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോണാണ് ഈ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്, ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, വൈൽ നോട്ട് അവൈലബിൾ എന്ന് പറയുമ്പോൾ വൈൽ നോട്ട് 1 ആണ്, അതായത് 0 ആണ്, അതായത് കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിയിൽ ഇറങ്ങും. ലൂപ്പിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൈലബിളിന്റെ വാല്യൂ എന്താക്കി മാറ്റി, ഫോൾസ് ആക്കി മാറ്റി. അന്നേരം തന്നെ അതിന്റെ മീനിങ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അവൈലബിൾ ഫോൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനി വേറെ ഏതെങ്കിലും പ്രോസസ്സിന് കയറാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, അപ്പം ഈ വരുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും, അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഓക്കെ ആണോ, വരുന്ന പ്രോസസ്സ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഇനി ആ പ്രോസസ്സ് ഇപ്പൊ സപ്പോസ് P1 എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആക്കിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ അപ്പൊ P2 വരുമോ, സപ്പോസ് P2 വരുവാന്ന് വിചാരിക്കാം. P2 നോക്കുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് അവൈലബിൾ, P2 നോക്കുമ്പോൾ അവൈലബിളിന്റെ വാല്യൂ എത്രയാ, ഇപ്പം ഫോൾസ് അല്ലെ, 0 അല്ലെ, അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആണല്ലോ. ഓക്കെ, അപ്പൊ സപ്പോസ് അത് അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും നോക്കി, വൈൽ നോട്ട് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 1. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ട്രൂ ആണല്ലോ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യാ, ലൂപ്പിന്റെ ഉള്ളിലോട്ട് കയറും അല്ലെ. ഇവിടെ ലൂപ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിട്ട് അവിടെ ബ്ലോക്ക് ആവും. ഇനി എപ്പോഴാണ് ആ P2 കയറാൻ വേണ്ടി പറ്റുന്ന, എപ്പോഴായിരിക്കും, P2 കയറാൻ വേണ്ടി പറ്റണമെങ്കിൽ അവൈലബിളിന്റെ വാല്യൂ എന്താവണം, ട്രൂ ആവണം. അത് എപ്പോഴാന്ന് നോക്കിക്കേ, ഫസ്റ്റ് P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി, എന്നിട്ട് അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ഫംഗ്ഷനെ കോൾ ചെയ്യും,
റിലീസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യും. റിലീസ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്താ ചെയ്യുന്നത് നോക്കിയേ, അവൈലബിൾ എന്ന് പറയുന്ന വാല്യൂ എന്താക്കി മാറ്റും, ട്രൂ ആക്കി മാറ്റും. ഈ അവൈലബിൾ ട്രൂ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അടുത്ത പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റും. ലോക്ക് അക്വയർ ലോക്ക് ചെയ്തിട്ട് അല്ലെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവൈലബിൾ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക് അവൈലബിൾ ആണ്. ലോക്ക് അവൈലബിൾ ആണെങ്കിൽ ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, ലോക്ക് ഫോൾസ് ആണ്, അതായത് അവൈലബിൾ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ലോക്ക് ഫ്രീ അല്ല. ഓക്കെ, എപ്പോ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ആ അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആകുന്നവരെ. എപ്പോഴാണ് അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആകുക, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയ പ്രോസസ്സ് ലോക്കിനെ റിലീസ് ചെയ്യുമ്പോൾ. ലോക്കിനെ റിലീസ് ചെയ്യുമ്പോൾ അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആക്കിയിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നത്. കിട്ടിയോ? അതായത് എനിക്ക് ഇപ്പൊ എന്താണ് പറയാ, ഇപ്പൊ നമ്മള് രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു സ്പൂൺ ഉണ്ട്. ഓക്കെ, എനിക്ക് എന്റെ അടുത്തിരിക്കുന്ന ആൾക്കും എനിക്കും അറ്റ് എ ടൈമിൽ ആ സ്പൂൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒറ്റ സ്പൂൺ അല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ എടുക്കുമ്പം അയാൾക്ക് എന്തായിരിക്കും, മറ്റേയാൾക്ക് സ്പൂൺ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. ഇനി ഞാൻ വെക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് ആൾക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരാം. ഇവിടെ അവൈലബിൾ എന്ന് പറയുന്ന ഒരു കോമൺ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്പൂൺ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവൈലബിൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ലോക്ക് ഫ്രീ ആണ്, അതായത് ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഓക്കെ, അവൈലബിൾ ഓരോ പ്രോസസ്സും എന്താണ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ അവിടെ ആദ്യം എന്തുണ്ട്, ഒരു എൻട്രി സെക്ഷൻ ഉണ്ട് അല്ലെ. ഒരു പ്രോസസ്സ് എപ്പോഴും ഒരു പ്രോസസ്സിന്റെ സ്ട്രക്ചറിനകത്ത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നതിന് മുന്നേ എന്തുണ്ട്, ഒരു എൻട്രി സെക്ഷൻ ഉണ്ട്. ഇവിടെ എൻട്രി സെക്ഷനിൽ എന്താണ് നോക്കുന്നത്, അവൈലബിളിന്റെ വാല്യൂ നോക്കുന്നത്. അവൈലബിൾ ഈക്വൽ ടു ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ എന്താണ്, ഇനീഷ്യലി അവൈലബിളിന്റെ വാല്യൂ എന്താണ്, ട്രൂ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്, ഒരു പ്രോസസ്സ് ഇപ്പൊ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ആർക്ക് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം എന്നാണ് അല്ലെ. ആർക്ക് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്ന പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൈലബിളിനെ എന്താക്കി മാറ്റും, ഫോൾസ് ആക്കി മാറ്റും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആണ്, ഫസ്റ്റ് പ്രോസസ് P1 വന്നു നോക്കിയപ്പോ അവൈലബിൾ ട്രൂ ആണ്. അതിന്റെ അർത്ഥം P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഓക്കെ, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നതിന് മുന്നേ അവൈലബിൾ എന്തിനാണ് ഫോൾസ് ആക്കി മാറ്റുന്നത്, എന്തിനാ ഫോൾസ് ആക്കി മാറ്റുന്നത്, ആ എൻട്രി സെക്ഷനെ തന്നെ അവൈലബിൾ ഈക്വൽ ടു ഫോൾസ് ആക്കി മാറ്റുന്നുണ്ട്. അതെന്തിനായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പ്രോസസ്സ് നോക്കുമ്പോൾ അവൈലബിളിന്റെ വാല്യൂ എന്താണ്, ട്രൂ ആണ്. അപ്പൊ ആ പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി നോക്കില്ലേ, അവൈലബിലിറ്റി ട്രൂ ആണെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുമല്ലോ. അപ്പൊ കയറുന്ന പ്രോസസ്സ് ഏത് പ്രോസസ്സ് ആണെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നതിന് മുന്നേ അവൈലബിൾ എന്താക്കി മാറ്റി വെച്ചിട്ട് വേണം ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട്, ഫോൾസ് ആക്കി മാറ്റി വെച്ചിട്ട് വേണം കയറാൻ. അതായത് സ്പൂൺ ഞാൻ എടുത്തു കഴിഞ്ഞാൽ സ്പൂണിന്റെ വാല്യൂ ഞാൻ എന്താക്കി മാറ്റി, 0 ആക്കി മാറ്റി. അവിടെ സ്പൂൺ ഇല്ല, ആകെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നത്, സ്പൂൺ ഈക്വൽ ടു 1, അതായത് സ്പൂണ് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ എടുത്തു കഴിയുമ്പോൾ സ്പൂണിന്റെ വാല്യൂ എന്താക്കി മാറ്റണം, 0 ആക്കി മാറ്റണം. എന്നാൽ മാത്രം സെക്കൻഡ് ഇരിക്കുന്ന ആൾ നോക്കുമ്പോൾ സ്പൂൺ 0 ആണ്, സ്പൂൺ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അയാൾ വെയിറ്റ് ചെയ്യും. ഇനി എപ്പോഴാണ് സ്പൂണിന്റെ വാല്യൂ 1 ആവും, ഞാൻ എന്റെ യൂസേജ് കഴിഞ്ഞിട്ട് ഞാൻ സ്പൂൺ താഴെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ 1 ആകുമ്പോൾ മറ്റേ ആൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അത് തന്നെ ഇവിടെ അവൈലബിൾ ട്രൂ ആകുക മീൻസ് ഏത് പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആക്കുക. ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇറങ്ങുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ട്രൂ ആക്കി മാറ്റുള്ളൂ. അതാണ് എൻട്രി സെക്ഷനിൽ അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആക്കി മാറ്റി വെച്ചിട്ട് എക്സിറ്റ് സെക്ഷനിൽ അവൈലബിളിന്റെ വാല്യൂ എന്താക്കി വെക്കണം, ട്രൂ ആക്കണം. അപ്പൊ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുള്ളൂ. ഇത്രേ പറഞ്ഞോളൂ, മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഒരു വൈൽ നോട്ട് അവൈലബിൾ ഓർക്കുന്ന പറഞ്ഞത്. ഇവിടെ നമ്മൾ സപ്പോസ് ഞാൻ പറഞ്ഞല്ലോ അവൈലബിൾ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നോട്ട് ഓഫ് 0 എന്ന് പറഞ്ഞ എന്താണ്, നോട്ട് ഓഫ് 0 എന്ന് പറഞ്ഞ എന്തായിരിക്കും, ഫസ്റ്റ് ഇനീഷ്യലി എപ്പോഴാണ് ഈ ബിസി വെയിറ്റ് എന്ന് പറയുന്ന സംഭവം വരിക എന്ന് പറയാൻ വേണ്ടിയിട്ട്, എപ്പോഴാണ് ബിസി വെയിറ്റ് വരിക, അവിടെ കിടന്ന് ആ ലൂപ്പിൽ കിടന്ന് എപ്പോഴായിരിക്കും കളിക്കുക, നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അല്ലെ. കണ്ടീഷൻ ട്രൂ ആകുക എന്ന് പറഞ്ഞാൽ എന്താ, അവൈലബിളിന്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൾസ് ആകുന്ന സമയത്ത് ഇവിടെ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറുമ്പോൾ വൈൽ നോട്ട് ഓഫ് 0 എന്ന് പറയുന്ന 1 ആണ്, വൈൽ കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറണം എന്നാണ് നമ്മുടെ വൈലിന്റെ കണ്ടീഷൻ അല്ലെ. ഓക്കെ, അപ്പൊ ഈ വൈലിന്റെ ഉള്ളില് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, വൈലിന്റെ വെളിയിലോട്ട് വരുമോ, ഇല്ല. ഈ നെക്സ്റ്റ് ലൈനിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ഫോൾസ് ആവണം. ഓക്കെ, വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ഫോൾസ് ആവുന്ന എപ്പോൾ മാത്രമായിരിക്കും, ഈ അവൈലബിളിന്റെ വാല്യൂ എന്താകുമ്പോൾ മാത്രമായിരിക്കും കണ്ടീഷന് വൈൽ ലൂപ്പിന് വെളിയിൽ വരുന്നത്, അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആകുമ്പോഴല്ലേ.
ഓക്കെ, അപ്പം ഒരു പ്രോസസ്സ് അവൈലബിളിന്റെ വാല്യൂ നോക്കുമ്പം 0 ആണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് അവിടെ വെയിറ്റിംഗിലായിരിക്കും. ആണല്ലോ, അവൈലബിളിന്റെ വാല്യൂ 0 ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, എപ്പോ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും? അവൈലബിൾ ഫ്രീ ആകുന്നത് വരെ, അല്ലെ അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ബിസി വെയിറ്റിംഗ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇറ്റ് റിക്വയർസ് ബിസി വെയിറ്റിംഗ്. ബിസി വെയിറ്റിംഗ് വേണ്ടി വരും എന്തായാലും. While a process in its critical section, any other process that tries to enter its critical section must loop continuously in the call to acquire. അല്ലേ, ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ആയിരിക്കുന്ന സമയത്ത് എനി അതർ പ്രോസസ് ദാറ്റ് ട്രൈസ് ടു എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, വേറെ ഏതെങ്കിലും പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്താൽ ഇറ്റ് മസ്റ്റ് ലൂപ്പ് കണ്ടിന്യൂസ്ലി. അവിടെ എന്താണ്, ലൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇൻ ഫാക്ട് ദിസ് ടൈപ്പ് ഓഫ് മ്യൂട്ടക്സ് ലോക്ക് ഈസ് കോൾഡ് എ സ്പിൻ ലോക്ക്. 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പിൻ ലോക്ക് എന്താണെന്ന്. ഓക്കെ, സ്പിൻ ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂട്ടക്സിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്പിൻ ലോക്ക്. അതായത് നമ്മൾ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ആയിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സ്പിൻ ലോക്ക്. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണ് സ്പിൻ ലോക്ക് എന്ന് പറയുന്നത്? ബിക്കോസ് ദ പ്രോസസ് സ്പിൻസ് while waiting for the lock to become available. ആ ലോക്ക് അവൈലബിൾ ആകുന്നത് വരെ ആ പ്രോസസ്സ് അതിന്റെ ഉള്ളിൽ കിടക്കും. ഓക്കെ, അതുകൊണ്ട് അതിന് എന്തെന്ന് പറയുന്നത് സ്പിൻ ലോക്ക്. ഇത് ചോദിച്ചിട്ട് 3 മാർക്കിനൊക്കെ ചോദിച്ചു കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. This continual looping is clearly a problem in a real multi-programming system where a single CPU is shared among many processes, dissipating waste CPU cycles that some other process might also be able to use productively. അതായത് ഇത് ആക്ച്വലി ഈ ബിസി വെയിറ്റിംഗ് അല്ലെങ്കിൽ സ്പിൻ ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത് കേസിൽ? മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിന്റെ കേസിനകത്ത്. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരൊറ്റ CPU ഉണ്ടാവുള്ളൂ, ഒന്നിലധികം പ്രോഗ്രാംസിനെ അറ്റ് എ ടൈമിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സിംഗിൾ CPU വെച്ചിട്ട് ഒന്നിലധികം പ്രോഗ്രാംസിനെയാണ് നമ്മൾ മൾട്ടി പ്രോഗ്രാമിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബിസി വെയിറ്റിംഗ് വന്നാലുള്ള പ്രശ്നം എന്താ? അവിടെ CPU എന്ന് പറയുന്നത് എന്താണ്, കുറെ ടൈം അവിടെ ഐഡിൽ ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, CPU ഒരിക്കലും ഐഡിൽ ആകാൻ പാടില്ല. CPU ഐഡിൽ ആകുക മീൻസ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഈ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നതിന്റെ മെയിൻ പ്രോബ്ലം എന്താണ്? CPUന്റെ ടൈം വേസ്റ്റ് ആവും. ഓക്കെ, ബിസി വെയിറ്റിംഗിന്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPU സൈക്കിൾ അവിടെ വേസ്റ്റ് ആവും എന്നുള്ളതാണ് കേട്ടോ. ആ പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഈ ടെക്നിക്കൽ ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ബിസി വെയിറ്റിംഗ് മൂലം എന്താണ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്? CPU സൈക്കിൾ വേസ്റ്റ് ആകുന്നത് വഴി നമ്മുടെ എഫിഷ്യൻസി കുറയും. ഓക്കെ, മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിന്റെ കേസിലാണ് കേട്ടോ. അവിടെ മാത്രമാണ് നമുക്ക് സിംഗിൾ CPU അല്ലെങ്കിൽ സിംഗിൾ റിസോഴ്സ് ഷെയർ ചെയ്യേണ്ടി വരിക. Then advantage പറയുന്നത് എന്താന്ന് നോക്കിയേ. Spin locks do have an advantage, however, in that no context switch is required when a process must wait on a lock, and a context switch may take considerable time. Thus, when locks are expected to help for short time, spin locks are useful. അതായത് ഈ സ്പിൻ ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ്. ഓക്കെ, വെയിറ്റിംഗ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിന് എടുക്കുന്നൊന്നുമില്ല. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് അത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് ടൈം അവിടെ വേസ്റ്റ് ആകും. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്ന ടൈം അത് CPUന്റെ ഓവർഹെഡ് ടൈം ആണ്. ആ ഒരു ടൈം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പിൻ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. ആ പ്രോസസ്സിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആ പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ്. ആ പ്രോസസ്സിന് ലോക്ക് കിട്ടുന്നത് വരെ അവിടെ കിടക്കും. ഓക്കെ, ലോക്ക് ഫ്രീ ആകുന്നത് വരെ ആ പ്രോസസ്സ് അവിടെ കിടക്കും. ലോക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പം മാത്രമേ ആ പ്രോസസ്സ് എന്ത് ചെയ്യുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഇല്ല എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് കുറച്ച് ഓവർഹെഡ് ആയിട്ടുള്ള ടൈം ഉണ്ട്. അതായത് PCBയിലോട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് അതിന്റെ PCBയിൽ സ്റ്റോർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് PCBയിൽ നിന്ന് ലോഡ് ചെയ്യാൻ എടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് ടൈം വരും. ആ ടൈം എന്ന് പറയുന്നത് CPU വേസ്റ്റേജ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഏതിനെ കുറിച്ച് പറയുന്നത്? മ്യൂട്ടക്സ്. ഓക്കെ, മ്യൂട്ടക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്താണ് നമ്മളിപ്പോ പറഞ്ഞ എന്താണ്?
സ്പിൻ ലോക്ക് എന്ന് പറയുന്ന ഡിസഡ്വാൻറ്റേജ് ആണ്. സ്പിൻ ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ കോണ്ടാക്ട് സ്വിച്ചിങ് ഇല്ല എന്നുള്ളത് അഡ്വാൻറ്റേജ് ആയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, സെമാഫോർ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ച ടെസ്റ്റ് ആൻഡ് സെറ്റ്, കമ്പയർ ആൻഡ് സ്വപ്പ്, മ്യൂടെക്സ്, ഇത് മൂന്നും ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ആണ്. ഇത് മൂന്നും ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ആണ്. നമ്മൾ പഠിച്ചത് ഒരെണ്ണം ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് പഠിച്ചായിരുന്നു. ഏതായിരുന്നു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ? ഏതായിരുന്നു? ആരെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന്റെ ഏതാ? പീറ്റർസൺ. യെസ്, പീറ്റർസൺ സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്? സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആയിരുന്നു. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പീറ്റർസൺ സൊല്യൂഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? അത് നമുക്ക് 2 പ്രോസസ്സിന്റെ കേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അതായത് ഒരു 5 10 പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പീറ്റർസൺ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം രണ്ടിലധികം പ്രോസസ്സ് വരുവാണെങ്കിൽ നമുക്ക് പീറ്റർസൺ സൊല്യൂഷൻ ആപ്ലിക്കബിൾ അല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ് സെമാഫോർ എന്ന് പറയുന്ന ടെക്നിക്. ഓക്കെ, ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. ഇത് പ്രൊപ്പോസ് ചെയ്ത ഡിജസ്ട്ര എന്ന് പറയുന്ന ആളാണ്. മറ്റേ നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ച ഡിജസ്ട്ര അല്ല കേട്ടോ, എഡ്സ്കർ ഡിജസ്ട്ര എന്ന് പറയുന്ന ആളാണ് കേട്ടോ എന്ത് സെമാഫോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് കൺകറന്റ്, അതായത് രണ്ടിൽ കൂടുതൽ പ്രോസസ്സ് കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് കോഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റിൽ. കോഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലെ? കോഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് അതായത് എല്ലാ പ്രോസസ്സും ഡിപ്പെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ് സെമാഫോർ. ഓക്കെ, ആക്ച്വലി സെമാഫോർ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ വേരിയബിൾ ആണ്. ഓക്കെ, എന്താണ്? ഒരു ഇന്റീജർ വേരിയബിൾ ആണ്. നമുക്ക് സിൻക്രണൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റീജർ വേരിയബിളിനെയാണ് നമ്മൾ സെമാഫോർ എന്ന് പറയാം. ഇനി സെമാഫോർ is an integer variable that apart from initialization is accessed only through 2 atomic operations. ഓക്കെ, ഇവിടെ അറ്റോമിക് എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെമാഫോർ എസ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സെമാഫോറിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതെന്താണ്? ആക്ച്വലി ഒരു ഇന്റീജർ വേരിയബിൾ ആണ്, ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ്, ഇന്റീജർ വേരിയബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ 2 ഓപ്പറേഷൻസ് ഉണ്ട്. ഈ 2 ഓപ്പറേഷൻസും അറ്റോമിക് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണേ. സെമാഫോർ എന്ന് പറയുന്ന എസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു ഇന്റീജർ വേരിയബിൾ ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ ടൂൾ ആണ്, സിൻക്രണൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾ ആണ്. ഇതിനകത്ത് 2 അറ്റോമിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഈ 2 അറ്റോമിക് ഓപ്പറേഷൻസിന് പറയുന്ന പേരാണ് വെയിറ്റ്, സിഗ്നൽ. ഓക്കെ, ഇനി ഈ വെയിറ്റിന് വേറൊരു പേര് കൊണ്ടുണ്ട്, അപ്പ് എന്ന് പറയാറുണ്ട്, സിഗ്നലിനെ ഡൗൺ എന്നും പറയാറുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം ഇത് തന്നെയാണ്. ഓക്കെ, വെയിറ്റിനെ നമ്മൾ അപ്പ് എന്നും സിഗ്നലിനെ ഡൗൺ എന്നും പറയാറുണ്ട്. ഇനി നോക്കിക്കേ, ഈ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനെ നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. വെയിറ്റിന് നമ്മൾ എന്താണ്? പി എന്ന് പറയുന്ന ലെറ്റർ. ഈ പി എന്ന് പറയുന്ന ആക്ച്വലി പ്രൊബെരൻ എന്ന് പറയുന്ന ഒരു ഡച്ച് വേർഡിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇത് ഈ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പി റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? പ്രൊബെരൻ എന്ന് പറയുന്ന ഡച്ച് വേർഡ് ആണ്. ആ പ്രൊബെരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടെസ്റ്റിംഗ് എന്നാണ്. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ആൻഡ് സെറ്റ് പഠിച്ചില്ലേ? അവിടുത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന നമ്മൾ എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ കയറുക അല്ലെ? ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനകത്ത് എൻട്രി സെക്ഷൻ എപ്പോഴും ഉണ്ടാവും. ആ എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ഓർത്താൽ മതി. പ്രൊബെരൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എന്നാണ് മീനിങ്. ഓക്കെ, അതിന് ആ പ്രൊബെരൻ എന്ന് പറയുന്ന വാക്കിന്റെ പി ആണ് കേട്ടോ ഇവിടെ നമ്മൾ പി റെപ്രസെന്റ് ചെയ്യാം. ഇനി സിഗ്നൽ അല്ലെങ്കിൽ ഡൗൺ. ഓക്കെ, ഇത് നമ്മൾ വി ആണ് റെപ്രസെന്റ് ചെയ്യുക. വി മീൻസ് വെർഹോജൻ എന്ന് പറയുന്ന വേർഡ് ആണ് കേട്ടോ. വെർഹോജൻ അത് മീൻസ് ഇൻക്രിമെന്റ് എന്നാണ്. ഓക്കെ, ഈ 2 ഓപ്പറേഷൻസ് വെയിറ്റും സിഗ്നലും വെച്ചിട്ടാണ് നമ്മൾ സെമാഫോർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെമാഫോർ എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ ആണ്. എസ് എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ. ഓക്കെ, സെമാഫോർ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. അതായത് നമ്മളിപ്പോ പഠിക്കുന്ന ആക്ച്വലി എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുക. ഓക്കെ, അതിന്റെ അകത്ത് നമ്മൾ ആദ്യമേ പഠിച്ച പീറ്റർസൺ സൊല്യൂഷൻ, അതെന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ഹാർഡ്വെയർ ബേസ്ഡ് ആണ് പഠിച്ചത്, ടെസ്റ്റ് ആൻഡ് സെറ്റ്, കമ്പയർ ആൻഡ് സ്വപ്പ്, മ്യൂടെക്സ്. ഓക്കെ, പിന്നീട് വരുന്ന അതായത് പീറ്റർസൺ സൊല്യൂഷൻ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 2 പ്രോസസ്സിന്റെ കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസ്സ്, അതായത് 2ൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ വേണമല്ലോ. അങ്ങനെയാണ് എന്ത് പറഞ്ഞത്, കണ്ടുപിടിച്ചത്, ഈ സെമാഫോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഡിജസ്ട്ര എന്ന് പറയുന്ന ആളാണ് കൊണ്ടുവന്നത്. ഓക്കെ,
അപ്പൊ അയാൾ കൊണ്ടുവന്നപ്പോ ആക്ച്വലി എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം? അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഷെയർഡ് വേരിയബിളിനെ യൂസ് ചെയ്യാവുള്ളൂ. അതാണല്ലോ ആക്ച്വലി ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നിലധികം അതായത് ഷെയർഡ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ കേസിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ അല്ലെ. ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കേസിനകത്ത് നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ P1, P2, P3 എന്ന് പറയുന്ന 3 പ്രോസസ്സുകളുണ്ട്. മൂന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ കേസിനകത്ത് ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ്, അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സ് കൺകറന്റ്ലി ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ഉണ്ടാവുക. അപ്പൊ ഈ സെമാഫോർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എസ് എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് സെമാഫോർ എന്ന് പറയുന്ന ടൂള് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഇന്റീജർ വേരിയബിളിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫംഗ്ഷൻസ് ആണ് വെയിറ്റും സിഗ്നലും. ഓക്കെ, വെയിറ്റ് എന്ന് പറഞ്ഞ വെയിറ്റിന്റെ വേറൊരു പേര് എന്തായിരുന്നു? വെയിറ്റിന്റെ വേറൊരു പേര് പറയുന്നത് എന്തായിരുന്നു? അപ്പ്. ഓക്കെ, സിഗ്നലിന് ഡൗൺ. ഓക്കെ, ചില ടെക്സ്റ്റിനകത്തൊക്കെ അങ്ങനെ കാണാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വെയിറ്റിന് നമ്മൾ അപ്പ് എന്നും സിഗ്നലിന് നമ്മൾ ഡൗൺ എന്നും ചില ടെക്സ്റ്റ് ബുക്കിൽ കാണാറുണ്ട്. ഓക്കെ, ജനറലി നമ്മൾ എവിടെ നോക്കിയാലും വെയിറ്റ് ആൻഡ് സിഗ്നൽ എന്നാണ് കാണുക, PV എന്നായിരിക്കും കാണുക. എന്നാലും ആ ഒരു പേര് കൂടെ ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ വെയിറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആക്ച്വലി നമ്മൾ ഇതിനു മുന്നേ പഠിച്ച എല്ലാ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനകത്തും നമ്മൾ എങ്ങനെയാ ഒരു പ്രോസസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഡു. ഓക്കെ, എന്താണ്? ഒരു എൻട്രി സെക്ഷൻ. ആ എൻട്രി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. അത് വെളിയിൽ ഇറങ്ങുമ്പോൾ എന്താണ്? എക്സിറ്റ് സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് റിമൈൻഡർ സെക്ഷൻ. അതാണ് ഒരു ജനറൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഈ വെയിറ്റ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന P എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, P എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന? പ്രൊബരൻ എന്ന് പറയുന്ന ഡച്ച് വേർഡിനെയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടെസ്റ്റിംഗ് ആണ്. അതായത് നമുക്കറിയാലോ, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു കണ്ടീഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നത്. അതാണ് P എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിഗ്നൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ V ആണ് യൂസ് ചെയ്യുക. വെർഹോജൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് V വന്നിരിക്കുന്നത് കേട്ടോ. അത് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ വെയിറ്റും സിഗ്നലിന്റെ കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാണാലോ അല്ലെ നിങ്ങൾക്ക് വെയിറ്റിന്റെ സിഗ്നലിന്റെ കോഡ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇന്റീജർ വേരിയബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ആക്ച്വലി നമ്മൾ എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ 2 സിസ്റ്റത്തിന് കോമൺ ആയിട്ട് നമ്മൾ ഒരൊറ്റ പ്രിന്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 സിസ്റ്റത്തിന് കോമൺ ആയിട്ട് ഒറ്റ പ്രിന്റർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പ്രിന്റർ അവിടെ ഷെയ്ഡ് ആണല്ലോ അല്ലെ. 2 സിസ്റ്റത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരൊറ്റ പ്രിന്റർ ആണെങ്കിൽ അവിടെ ആ പ്രിന്ററിന്റെ വാല്യൂ, പ്രിന്റർ എന്ന് പറയുന്ന റിസോഴ്സിന് ഞാൻ എന്താ എസ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതായത് എസിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അതായത് സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് 5 CPU ഉണ്ടെങ്കിൽ, ഓക്കെ, 5 CPU ഉണ്ടെങ്കിൽ എനിക്ക് എസിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 5 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ആ നമ്പർ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മൾ ഈ ഇന്റീജർ വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം എസിന്റെ വാല്യൂ. ഓക്കെ, എസിന്റെ വാല്യൂ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇത് എൻട്രി സെക്ഷന്റെ കോഡാണ്. ഇത് എൻട്രി സെക്ഷന്റെ കോഡും ഇത് എക്സിറ്റ് സെക്ഷനുമാണ്. ഓക്കെ, എൻട്രി സെക്ഷന്റെ കോഡ് ഇത് പറയുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും. ഓക്കെ, നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ മ്യൂടെക്സിന്റെ കേസിനകത്ത് പറഞ്ഞില്ലേ അവൈലബിൾ എപ്പോഴാണ്? അവൈലബിൾ ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞപ്പോൾ അവൈലബിൾ എന്താക്കി മാറ്റണം? ഫോൾസ് ആക്കി മാറ്റണം. ഓക്കെ, ഇനി അത് ലോക്ക് റിലീസ് ചെയ്യുമ്പോൾ അവൈലബിൾ എന്താക്കി മാറ്റണം? ട്രൂ ആക്കി മാറ്റണം. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. നോക്കിയേ, എസിന്റെ വാല്യൂ എന്താണ്? ആദ്യമേ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, എസിന്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞേ? ഇനീഷ്യലി ഒരു പ്രിന്റർ ഉള്ളെങ്കിൽ എസിന്റെ വാല്യൂ എന്തായിരിക്കും? അതെടുക്കാം. നമുക്ക് 3 സിസ്റ്റം ഉണ്ട്, ഒറ്റ പ്രിന്റർ. ഓക്കെ, 3 സിസ്റ്റം ഉണ്ട്, P1, P2, P3 എന്ന് പറയുന്ന 3 പ്രോസസ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരൊറ്റ റിസോഴ്സ് ഉള്ളൂ. ഓക്കെ, R1 എന്ന് പറയുന്നത്. അവിടെ ഞാൻ എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, എസിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും ഇനീഷ്യലി. അപ്പൊ എസിന്റെ വാല്യൂ എത്രയാ? 1 ആണ്. ഓക്കെ, അപ്പൊ ആദ്യമേ എൻട്രി സെക്ഷനകത്ത് വെയിറ്റ് ആണ് വർക്ക് ചെയ്യുക. എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. അവിടെ വന്നിട്ട് എന്ത് നോക്കാം? വൈൽ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എസിന്റെ വാല്യൂ എത്രയാ?
1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഫാൾസ്. ഫോൾസ് ആണ്. ഫോൾസ് ആവുമ്പോൾ അതിന്റെ അടുത്ത് എന്താ? ഫോൾസ് ആണെങ്കിൽ അടുത്ത വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും? S minus minus. S മൈനസ് മൈനസ്. അപ്പൊ S ന്റെ വാല്യൂ 1 ൽ നിന്ന് എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇത് എൻട്രി സെക്ഷനില. അപ്പൊ എന്ത് ചെയ്യും? ആദ്യത്തെ പ്രോസസ് എന്ത് ചെയ്യും? ആ പ്രിന്ററിനെ യൂസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ പ്രിന്ററിന്റെ വാല്യൂ 1 ൽ നിന്ന് 0 ആകുമെന്നാണ്. പ്രിന്റർ അവൈലബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രിന്റർ അവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ. അതാണ് S ന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ എന്താണ് കുറച്ചു, അതായത് 1 എന്ന് പറയുന്നത് 0 ആക്കി. 0 ആക്കി കഴിഞ്ഞപ്പോൾ പ്രിന്റർ അവൈലബിൾ ആണോ? അല്ല. ഓക്കെ, അപ്പൊ സപ്പോസ് അടുത്ത പ്രോസസ് നോക്കുക. അടുത്ത പ്രോസസ് നോക്കുന്ന സമയത്ത് പ്രിന്ററിന്റെ വാല്യൂ എത്രയാ? S ന്റെ വാല്യൂ എത്രയാ? 0. അതായത് പ്രിന്റർ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം ഈ എൻട്രി സെക്ഷനിലെ വെയിറ്റ് പ്രോസസ് എന്ത് ചെയ്യും? വെയിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രോസസ് എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും നമുക്കറിയാം അല്ലെ? വെയിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഇനി എക്സിറ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ത്? സിഗ്നൽ. അവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ. അപ്പൊ ആ P1 എന്ന് പറയുന്ന പ്രോസസ്സ് പ്രിന്ററിനെ യൂസ് ചെയ്തു. പ്രിന്ററിനെ യൂസ് ചെയ്ത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? വെളിയിൽ ഇറങ്ങുമല്ലോ ഇല്ലേ? എൻട്രി സെക്ഷനിലോട്ട് വരും. എൻട്രി സെക്ഷനിൽ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് നോക്കിയേ. S ന്റെ വാല്യൂ എന്താക്കും? ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ S ന്റെ വാല്യൂ 0 ൽ നിന്ന് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അതൊക്കെ അപ്പം അപ്പോൾ അടുത്ത പ്രോസസ് നോക്കുമ്പോൾ S ന്റെ വാല്യൂ എത്രയാ? 1 ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രിന്റർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിന്റെ പേരും അതുപോലെ തന്നെ എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷന്റെ പേരും ഒക്കെ മാറുന്നു മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇൻ ഡെപ്തിലുള്ള കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രം ക്രിട്ടിക്കൽ സെക്ഷൻ കയറാൻ വേണ്ടിയിട്ട് ലോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഞാൻ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വേറെ ആരും കയറാതിരിക്കാൻ വേണ്ടി ഞാൻ അടച്ചിടും. ഞാനൊരു റൂമിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ആരും അതിന്റെ ഉള്ളിൽ കയറരുത് എന്നുള്ളത് ഞാൻ ഡോർ ലോക്ക് ചെയ്യലേ. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്തിടണം. വേറെ ആരും അവിടെ ഒന്ന് കയറരുത്. ഓക്കെ, എപ്പോഴേ കയറാവുള്ളൂ? ഞാൻ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് എന്തായുള്ളൂ? അടുത്ത ആൾക്ക് കയറാനുള്ള ഞാൻ പെർമിഷൻ കൊടുക്കുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. S എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ യൂസ് ചെയ്യുന്നത് മാത്രം. പിടികിട്ടിയോ? ഇവിടെ നമ്മൾ വെയിറ്റും സിഗ്നലും എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുകൊണ്ട് ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പറയൂ. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടോ? മാം ഇത് ഓക്കെയാണ്. ഈ സിഗ്നലിലേക്ക് കോൾ തന്നെ എങ്ങനെയാ? സിഗ്നലിൽ നമ്മള് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങില്ലേ? എൻട്രി സെക്ഷനിൽ വർക്ക് ചെയ്യുന്നതാണ് സിഗ്നൽ. അത് ഈ ഫംഗ്ഷനിൽ അതിന് സെപ്പറേറ്റഡ് ഫംഗ്ഷൻ ഏതാണോ? ഇല്ലില്ല, നമ്മള് ഇതിന്റെ ജനറൽ സ്ട്രക്ചർ കൊടുത്തിട്ടില്ല ഇവിടെ അല്ലെ? നമ്മൾ ഇത് പറഞ്ഞില്ലേ? ഇതിനകത്ത് പറഞ്ഞില്ലേ? ഇത് തന്നെയാണ് ജനറൽ സ്ട്രക്ചർ എപ്പോഴും. ഓക്കെ, അതായത് അക്വയർ ലോക്ക് എന്ന് പറയുന്നിടത്ത് എന്താണ്? നമ്മുടെ വെയിറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്? സിഗ്നൽ. ഓക്കെ, അപ്പൊ വെയിറ്റ് ഫംഗ്ഷൻ, വെയിറ്റ് എന്ന് പറയുന്ന അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന് പകരം വെയിറ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് സെമാഫോറിനകത്ത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ എന്താണ്? S ന്റെ വാല്യൂ എന്താക്കി മാറ്റും? 0 ആക്കി മാറ്റിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ ആ പ്രോസസ് കയറും. ഓക്കെ, കയറി കഴിഞ്ഞിട്ട് റിലീസ് ലോക്കിന് പകരം അവിടെ എന്താണ്? സിഗ്നൽ വർക്ക് ചെയ്യും. സിഗ്നൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? S ന്റെ വാല്യൂ പിന്നെയും അത് കൂട്ടി ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? വെളിയിലിറങ്ങും. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇത് അറ്റോമിക് ആണെന്ന് പറയാനുള്ള കാരണം നമ്മളിവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അറ്റോമിക് ഓപ്പറേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ മീനിങ് എന്താണെന്നറിയാവോ? ഇവിടെ കണ്ട ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് വൈൽ കഴിഞ്ഞിട്ട് ഈ S എന്ന് പറയുന്നത് ഇത് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ മീനിങ്. ഇത് എന്താ പറയാ, നമ്മൾ റേസ് കണ്ടീഷൻ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നത് ഓർക്കുന്നു? റേസ് കണ്ടീഷൻ ഓർക്കുന്നുണ്ടോ? റേസ് കണ്ടീഷൻ ഓർക്കുന്നുണ്ടോ? മറന്നുപോയെന്ന് എനിക്കറിയില്ല. റേസ് കണ്ടീഷനകത്ത് നമ്മൾ ആക്ച്വലി ഈ ഒരൊറ്റ സിംഗിൾ ഇൻസ്ട്രക്ഷന് നമുക്ക് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് സിഗ്നലും അറ്റോമിക് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ S എന്ന് പറയുന്നത് ഷെയർഡ് വേരിയബിൾ ആണല്ലോ. ഈ ഷെയർഡ് വേരിയബിൾ
മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ എസിന്റെ വാല്യൂ ഇൻകൺസിസ്റ്റന്റ് ആണ്. അതായത് 0 വരേണ്ട അടുത്ത് ചിലപ്പോൾ 0 വരത്തില്ല, 1 വരേണ്ട അടുത്ത് ചിലപ്പോൾ 1 വരത്തില്ല. അതുകൊണ്ട് ഈ വെയിറ്റിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻസ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ സിഗ്നലിന്റെ ഉള്ളിലുള്ളതും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അതാണ് അറ്റോമിക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. All modifications to the integer value of the semaphore in the weight and signal operations must be executed indivisibly. Okay, that is when one process modifies the semaphore value, no other process can simultaneously modify the same semaphore value. Okay ആണല്ലോ, ഒരു പ്രോസസ്സ് സെമാഫോറിനെ മോഡിഫൈ ചെയ്തതിന് വേറൊരു പ്രോസസ്സും ആ സെയിം ടൈമിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ പാടില്ല. In addition, in the case of weight, the testing of the integer value of s, വെയിറ്റിനകത്ത് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇന്റീജർ എസ് എന്ന് പറയുന്ന ഇന്റീജർ വേരിയബിളിന്റെ വാല്യൂ ടെസ്റ്റ് ചെയ്യും. ആസ് വെൽ ആസ് ഇറ്റ്സ് പോസിബിൾ മോഡിഫിക്കേഷൻ എസ് മൈനസ് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് വിത്തൗട്ട് ഇന്ററപ്ഷൻ. അതാണ് അവിടെ അറ്റോമിക്. ഓക്കെ, ഇന്ററപ്ഷൻ കൂടാതെ തന്നെ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ എസ് മൈനസ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സെമാഫോർ ഒക്കെ. മിസ് ഇത് ഓൺ വേർഡ്സിൽ എഴുതിയാ പോരെ? നിങ്ങൾക്ക് മനസ്സിലായത് ഓൺ വേർഡ്സിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഈ പറയുന്ന കോഡൊക്കെ ഉണ്ടല്ലോ, ഈ കോഡൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ, അതായത് ഡെഫിനേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ബാക്കി ഇപ്പൊ നമുക്ക് ഈ ഇപ്പൊ ബാങ്കേഴ്സ് അൽഗോറിതം ചോദിച്ചാൽ ആ അൽഗോറിതം അതുപോലെ തന്നെ എഴുതണം, ബാക്കി എഴുതുന്നല്ല നമ്മുടെ ഇഷ്ടത്തിന് എഴുതാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഡെഫിനേഷൻസ് ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കണം, ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലായ രീതിയിൽ എഴുതി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് സെമാഫോർ കൂടെ പറഞ്ഞ് നിർത്താം എന്ന് തോന്നുന്നു. ഓക്കെ, സെമാഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ പ്രോസസ്, അതായത് രണ്ടിൽ കൂടുതൽ പ്രോസസ് ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സെമാഫോർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ടൈപ്പിലെ സെമാഫോർ ഉണ്ട്, ബൈനറി സെമാഫോറും കൗണ്ടിങ് സെമാഫോറും. ഓക്കെ, ബൈനറി സെമാഫോർ ആ വേർഡിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ എസിന്റെ വാല്യൂ ഒന്നെങ്കിൽ 0, 1 രണ്ട് വാല്യൂസ് വരുള്ളൂ. ഓക്കെ, എസ് എന്ന് പറയുന്ന ആ വേരിയബിളിന് രണ്ട് വാല്യൂസ് വരുള്ളൂ. ഏതൊക്കെയാണ്? 0, 1. ഓക്കെ, അങ്ങനെയുള്ള കേസ്, അങ്ങനെയുള്ള സെമാഫോറിനെ നമ്മൾ എന്നും പറയും ബൈനറി സെമാഫോർ എന്ന് പറയും. ഇനി കൗണ്ടിങ് സെമാഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ വേണേലും ആവാം. ഇപ്പൊ എസിന്റെ വാല്യൂ 25 ആവാം, അല്ലെങ്കിൽ എസിന്റെ വാല്യൂ 15 ആവാം. ഓക്കെ, അങ്ങനെ എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എന്താവാം, അതാവാം. എന്നിട്ട് വെയിറ്റ് ആൻഡ് സിഗ്നൽ വെച്ചിട്ട് വെയിറ്റിനകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ എസിന്റെ ഇനീഷ്യൽ വാല്യൂ 25 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പം എസിന്റെ വാല്യൂ എന്താവും, 1 കുറയും. ഓക്കെ, അതായത് ഇനീഷ്യലി സെമാഫോർ എസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 25 ആണ്. ഓക്കെ, 25 ആണെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പോൾ എസിന്റെ വാല്യൂ എന്തായിട്ട് മാറും, 24 ആയിട്ട് മാറും, 1 കുറയും. ഓക്കെ, അങ്ങനെ അടുത്ത പ്രോസസ്സും കയറുമ്പോൾ എസിന്റെ വാല്യൂ എന്താവും, അത് ഇറങ്ങുമ്പോ എന്ത് ചെയ്യും, 24 ആയത് എന്ത് ചെയ്യും, ആ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇറങ്ങുമ്പോൾ പിന്നെ 1 കൂട്ടിയിട്ടാണ് ഇറങ്ങുക അല്ലെ, 25. അപ്പൊ പിന്നെയും എന്തായിരിക്കും, അടുത്ത പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ തന്നെ കയറി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ 24 ആവും. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, കൗണ്ടിങ് സെമാഫോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് ലിമിറ്റ് ഇല്ല കേട്ടോ, നമ്പറിന് ലിമിറ്റ് ഇല്ല, എത്ര നമ്പർ വേണമെങ്കിലും ആവാം. സെമാഫോർ ഉണ്ടത്, സെമാഫോർ ഈസ് ഇനീഷ്യലൈസ്ഡ് ടു ദ നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. ഞാൻ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ സെമാഫോറിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ പ്രിന്റർ ഒരെണ്ണം ഉള്ളെങ്കിൽ നമ്മൾ ആ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ കൊടുക്കുക, 1 എന്നായിരിക്കും. ഇപ്പൊ 5 പ്രിന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എസിന്റെ വാല്യൂ എന്തായിരിക്കും, 5 എന്നായിരിക്കും. റിസോഴ്സസ് എത്ര അവൈലബിൾ ആണ് എന്നതാണ് ആക്ച്വലി നമ്മൾ സെമാഫോർ എന്ന് പറയുന്ന ഇന്റീജർ വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഞാനൊന്ന് പറഞ്ഞായിരുന്നു അല്ലെ, അന്നേരം ആ സെന്റൻസ് കണ്ടില്ലായിരുന്നു അവിടെ. സെമാഫോർ ഈസ് ഇനീഷ്യലൈസ്ഡ് ടു ദ നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. അതൊക്കെയാണല്ലോ. ഇനി അടുത്ത ഓരോ സെന്റൻസ് വേണേ വായിച്ചു പോകാം, നിങ്ങൾക്ക് അങ്ങനെ നോട്ടിൽ കൺഫ്യൂഷൻ വരാതിരിക്കാം. ഓക്കെ, ഈച്ച് പ്രോസസ് ദാറ്റ് വിഷസ് ടു യൂസ് എ റിസോഴ്സ് പെർഫോംസ് എ വെയിറ്റ് ഓപ്പറേഷൻ ഓൺ ദ സെമാഫോർ. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യണമെങ്കിൽ ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, വെയിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് സെമാഫോറിന്റെ വാല്യൂ ആദ്യമേ ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? വാല്യൂ ചെക്ക് ചെയ്ത ഉടനെ എന്ത് ചെയ്യും, സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. അതാണല്ലോ വെയിറ്റ്. വെയിറ്റിനകത്ത് എന്ത് ചെയ്യുന്നേ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെമാഫോറിന്റെ വാല്യൂ ചെക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഡിക്രിമെന്റ് ചെയ്യും അല്ലെ, എസിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുമല്ലോ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ സെന്റൻസ് വായിച്ചു നോക്കി. ഈച്ച് പ്രോസസ് ദാറ്റ് വിഷസ് ടു യൂസ് എ റിസോഴ്സ്, ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ പെർഫോംസ് എ വെയിറ്റ് ഓപ്പറേഷൻ, ഒരു വെയിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. എവിടെയാണ്, സെമാഫോറിനകത്ത്. ഓക്കെ, അപ്പൊ എന്താണ് ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിക്രിമെന്റ് ദ കൗണ്ട്.
ഓക്കെ, കൗണ്ട് ഒന്ന് കുറയ്ക്കും. ഇനി when a process release a resource, ഒരു പ്രോസസ്സിന്റെ ആവശ്യം കഴിഞ്ഞ ആ റിസോഴ്സിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം? സിഗ്നൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അതായത് കൗണ്ട് എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ചെയ്യണം. Okay, when the count for the semaphore goes to 0, okay, ഈ counting semaphore ന്റെ value 0 means എന്താണ്? All resources are being used. Okay, അതായത് semaphore ന്റെ value 0 ആവുക, counting semaphore ആണ് കേട്ടോ. counting semaphore ന്റെ value 0 ആവുക means അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ഫ്രീ അല്ലെന്നാണ്. Okay, after that process that wish to use a resource will block until the count becomes greater than 0. ആ സെന്റൻസ് പിടിയോ? ഇപ്പോ ഏതെങ്കിലും ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഈ സെമാഫോറിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? അവിടെ റിസോഴ്സസ് അവൈലബിൾ ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ പ്രോസസ് അവിടെ ബ്ലോക്ക് ആവും. ഓക്കെ, എപ്പോഴാണ് ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുക? ആ കൗണ്ടിന്റെ വാല്യൂ എന്താവണം? 0-നേക്കാളും വലുതായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. പിടിയോ? ബിസി വെയിറ്റിംഗ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ്, അതായത് സെമാഫോർ നമുക്ക് ബിസി വെയിറ്റിംഗിനെ ഇതിനു മുന്നേ നമ്മൾ പഠിച്ചതായിരുന്നു മ്യൂടെക്സ്. മ്യൂടെക്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? മ്യൂടെക്സിന്റെ ബിസി വെയിറ്റിംഗ് ഉണ്ടെന്നുള്ളതായിരുന്നല്ലേ നമ്മുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ ബിസി വെയിറ്റിംഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതുകൊണ്ട് പറ്റും? നമുക്ക് സെമാഫോർ കൊണ്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ, കാരണം ഈ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, കുറച്ച് സമയം എടുക്കും.